മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. വീടിന്റെ തുക എത്ര 30 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച വീടാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു ആദ്യഘട്ടത്തിൽ 30 ലക്ഷം കണക്കാക്കിയെങ്കിലും സ്പോൺസർമാരുടെ എതിർപ്പിനെ തുടർന്ന് 20 ലക്ഷം രൂപയാണ് പിന്നീട് നിശ്ചയിച്ചത്. ഈ 20 ലക്ഷം രൂപ തന്നെയാണ് കർണാടക സർക്കാർ ആയാലും DYFI ആയാലും വീട് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതും. എന്തായാലും ഇവിടുത്തെ ഈ വീട് ലഭിക്കാൻ പോകുന്ന ഗുണഭോക്താക്കൾ, ദുരന്തബാധിതരായ ആളുകളൊക്കെ നമ്മളോടൊപ്പമുണ്ട്. അഷ്റഫ്, എന്താണ് വീടിനെ പറ്റി ഒരു പൊതു അഭിപ്രായം? നല്ല അഭിപ്രായമാണ് എൻ്റെ അടുത്ത്. നമ്മളൊരു സ്വപ്നമാണ് ഇത്, ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്നുള്ളത്. നല്ല ഫില്ലറിൽ നല്ല ഇതിലാണ് കെട്ടിപ്പൊന്തിച്ചിട്ടുള്ളത്, നല്ല സേഫ്റ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ 20 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം അത് എത്രയാണെന്ന് അറിയില്ല. ഇനിയിപ്പോ 20 ലക്ഷം ആണെങ്കിൽ ഇത് അത്രയ്ക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഒന്നുമില്ല, അത് കൂടുതൽ കുറവാ. കാരണം ഇത് എത്ര ഇനി കൂടിയാലും അത് സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വീട് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് അംഗങ്ങൾ കൂടുതൽ കുടുംബമാണെങ്കിൽ 2 ബെഡ്റൂമാണ് ആകുള്ളത്. പിന്നെ ഒരൊറ്റ ബർത്തുകളില്ല. ഈ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പോലും ഒരു സ്ഥലമല്ല. 20 ലക്ഷം മതിയാവൂല ഇതിന്? അല്ല, വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഇത്ര പൈസ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിലും നല്ല സേഫ്റ്റിയുള്ള വീടുകൾ ഓരോരുത്തർ ഇതിലും പറഞ്ഞ 15 ലക്ഷത്തിനൊക്കെ ഉണ്ടായി കാണിച്ചു തരുന്നുണ്ട്. ചുരൽമല മുണ്ടക്കൈ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവായിട്ടുള്ള JMJ മനോജ് കൂടിയുണ്ട്. ഇപ്പൊ ഒരുപാട് പരാതികൾ, വിവാദങ്ങളാണ് വീടിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? നമ്മളതിനെ കുറ്റം പറയുന്നത് ശരിയല്ല, ഒരു കാരണവശാലും ശരിയല്ല. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ കാണുന്നത്. അത്രയും അടിയിലേക്ക് 6 അടിയോ 7 അടിയോ ഡെപ്തിലേക്ക് കുഴിച്ച് അവിടെ ഫൂട്ടിംഗ് ഉണ്ടാക്കിക്കൊണ്ട് 90 സെന്റിമീറ്റർ വരെ വീതിയുള്ള പില്ലറുകൾ ഉണ്ടാക്കി ഭൂമി കുലുക്കത്തെ വരെ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 20 ലക്ഷത്തിന് 1000 സ്ക്വയർ ഫീറ്റും ഇന്റീരിയർ ഉൾപ്പെടെ ഈ ഇന്റർലോക്ക് ഉൾപ്പെടെ ചുറ്റുമതിൽ ഗേറ്റ് ഉൾപ്പെടെ ഇത് ലാഭകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുണ്ടക്കൈ സ്വദേശിയായ അസീസ് കൂടിയുണ്ട്. അദ്ദേഹവും ഇതിലെ ഗുണഭോക്താവാണ്. ഇത് വീട് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കുടുംബത്തിനെ പറ്റൂ. കാരണം ഞങ്ങളെന്ന് പറയുന്നത് 1500-2000 സ്ക്വയർ ഫീറ്റിൽ ജീവിച്ച ആൾക്കാർ. അപ്പം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഈ 2 റൂമൊന്നുമല്ല, കയ്യിലാണ് സൗകര്യങ്ങൾ വളരെ കുറവാണ്. മാതൃകാ വീടുമായി ബന്ധപ്പെട്ട വിവാദം ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം തുടങ്ങുന്നത് ഷാജിമോൻ ചൂരൽമലയുടെ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം മറ്റൊരു സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ ചെലവും ഈ മാതൃകാ വീടിന്റെ ചെലവുമായി താരതമ്യം ചെയ്താണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. എന്താണ് ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി? എന്താണ് അതിന്റെ അത്? ഞാൻ അവിടെ തന്നെ ചെന്ന് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് വളരെ വിഷമം തോന്നി. 30 ലക്ഷം രൂപയാണ് ഇതിന്, ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപ വെച്ചാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരാളെങ്കിലും. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പണികൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു നിർമ്മാണ മേഖലയിൽ നിർമ്മാണ കരാറുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ബോധ്യമുണ്ട്. ഞങ്ങളോട് പറഞ്ഞ് സ്പോൺസർമാർ 20 ലക്ഷം അടച്ചാൽ മതി സ്പോൺസർമാർ, പക്ഷെ 10 ലക്ഷം കൂടി കൂട്ടിയിട്ട് 30 ലക്ഷത്തിന്റെ വീട് തന്നെയാണ് നിങ്ങൾക്ക് നിർമ്മിച്ചു തരാന്ന്. അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി ഇതിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? പിന്നെ അതുപോലെ തന്നെ അതിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാലോ, എനിക്ക് 2500 രൂപ ഒരു തരട്ടെ, അതേ സ്പെസിഫിക്കേഷനിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കും വീട്. അപ്പോൾ ഒരു നിർമ്മാണ കരാറുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഷാജിമോൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല 30 ലക്ഷം രൂപ തന്നെയാണ് എന്ന് നിയമസഭയിൽ അടക്കം മറുപടി നൽകിയിട്ടുണ്ട്. അതല്ല 20 ലക്ഷം ആണെങ്കിൽ അത് മന്ത്രി വ്യക്തമാക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.